അപ്പോൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം. ഞാൻ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു വീഡിയോ അല്ല ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ലെബനോണിലെ ഹിസ്ബുള്ള പോരാളികളുടെ തലവൻ ഹസൻ നസ്രുള്ള ഷഹീദായിരിക്കുന്നു. അപ്പോൾ ഈ വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ വാർത്തയാണ്. ഹസൻ നസ്രുള്ള ഷഹീദായി എന്ന വാർത്ത കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായി. കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടി, സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം രാജ്യത്തിൻ്റെ അസ്തിത്വത്തിന് വേണ്ടി, അതും യഹൂദന്മാരോട് പോരാടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വീര്യം, ഉന്മേഷം ഒക്കെ ഉള്ള കാര്യമാണ്. ഹസൻ നസ്രുള്ളയാകട്ടെ ഹിസ്ബുള്ള പോരാളികളുടെ സുപ്രീം കമാൻഡറാണ്. ഹസൻ നസ്രുള്ളയുടെ മുകളിൽ മറ്റൊരു മേലധികാരി ആ സേനാ വിഭാഗത്തിന് ഇല്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ ചിലർക്ക് ഒരു സംശയം തോന്നിയേക്കാം, എന്തുകൊണ്ടാണ് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറയാനുണ്ടായ കാരണം. അത് പ്രവാചകന്റെ ചില വാക്കുകളാണ് അതിന് കാരണം. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം നാം അധിവസിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തിനു വേണ്ടി, ആ രാജ്യത്തിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ, ആ യുദ്ധത്തിൽ ശത്രുക്കളുടെ ആക്രമണത്തിൽ, ആ യുദ്ധത്തിൽ മരണപ്പെടാൻ ഇടയായാൽ ആ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്നത് വലിയ സമ്മാനമാണ്. ആ വ്യക്തിയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ, ആ ഖബറിൽ മൂടപ്പലയിട്ട് മണ്ണിട്ട് മൂടി ജനങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി നേരെ അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുന്നു. എങ്ങനെയാണോ ശത്രുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്, അതേ വേഷത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുന്നു. അള്ളാഹു അവന് കാത്തുവച്ചിരിക്കുന്നത് സ്വർഗത്തിൻ്റെ പരമോന്നത സ്ഥാനമാണ്. അതും സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടി മരിക്കുക എന്നുള്ളത് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹസൻ നസ്രുള്ള സത്യത്തിൽ എത്തേണ്ടടുത്ത് തന്നെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്നാൽ പൊതുവെ പലർക്കും സങ്കടമാണ് തോന്നിയത്, വിഷമമാണ് തോന്നിയത്. കാരണം ചരിത്രപരമായ കാര്യങ്ങൾ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സങ്കടവും വിഷമവും ഒക്കെ തോന്നാൻ കാരണം. ആത്മാർത്ഥമായി ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഇതുപോലെ ശത്രുക്കളോട് പോരാടി മരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എന്നാൽ തോന്നിയ രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ അങ്ങനെ മരണപ്പെട്ടാൽ മേൽപ്പറഞ്ഞ സ്വർഗം ഒരു പക്ഷേ കിട്ടിയെന്നിരിക്കില്ല. എന്നാൽ നസ്രുള്ളയുടെ കാര്യം അങ്ങനെയല്ല. ഒരു നേരത്തെ നമസ്കാരം പോലും തെറ്റാതെ, കളയാക്കാതെ നമസ്കരിക്കുന്ന വ്യക്തി, എന്തെല്ലാം ഇസ്ലാമിക നിയമങ്ങളുണ്ടോ നിർദ്ദേശങ്ങളുണ്ടോ അത് അപ്പാടെ പാലിക്കുന്ന വ്യക്തി, ഓരോ ദിവസവും പുലരുമ്പോൾ ഇന്ന് എൻ്റെ അവസാന ദിവസമാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തി, ഓരോ നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് എൻ്റെ അവസാനത്തെ ഭക്ഷണമാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഹസൻ നസ്രുള്ള. ആയതുകൊണ്ട് ആരെങ്കിലും ഹസൻ നസ്രുള്ളയുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ, വിഷമിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ദുഃഖിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുമില്ല. നസ്രുള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു പോറൽ പോലും ഏൽക്കാതെ നസ്രുള്ളക്ക് ജീവിച്ചിരിക്കാമായിരുന്നു. കാരണം ശത്രുപക്ഷത്തെ ജൂത സൈനിക വിഭാഗമാണെങ്കിൽ അവരുടെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നതൊക്കെ നെതന്യാഹുവാണ്. നെതന്യാഹുവിന്റെ നിർദ്ദേശമാണ് അവരുടെ സർവ്വ സൈന്യാധിപൻ അനുസരിക്കുന്നത്. നെതന്യാഹു അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് നിർദ്ദേശം കൊടുക്കുന്നു. നെതന്യാഹുവിന്റെ കുടുംബം പോലും ഇസ്രയേലിൽ താമസിക്കുന്നില്ല. നെതന്യാഹുവിന്റെ മകൻ കാലങ്ങളായിട്ട് അമേരിക്കയിലാണ് താമസം. നെതന്യാഹു ഇസ്രയേലിൽ ആക്രമണം ശക്തിപ്പെടുമ്പോഴെല്ലാം നെതന്യാഹു അടുത്ത ഫ്ലൈറ്റിൽ കയറി അമേരിക്കയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ
അവരുടെ സർവ്വസൈന്യാധിപൻ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത്, ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല, ഇവരെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ആരാണ് ഇവർ? ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയും ഇസ്ലാമിക് റെസിസ്റ്റൻസും അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ മുന്നണി പോരാളികൾ, അവരെ ഉദ്ദേശിച്ചാണ് ഇവർ എന്ന് പറഞ്ഞത്. അപ്പോൾ കാരണം എന്താണെന്ന് തിരക്കി നെതന്യാഹു. എന്തുകൊണ്ടാണ് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി എന്നൊക്കെ പറയുന്നത് ഒരു ആദർശമാണ്. അതിനേക്കാളുപരി അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആവേശമാണ്. ആ ആദർശവും ആവേശവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ടാണ് യുദ്ധമുന്നണിയിൽ അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഇസ്രയേലും ലോകത്തെമ്പാടുമുള്ള ഇസ്രയേലി ആരാധകരും നമ്മുടെ ഇന്ത്യയിൽ ധാരാളമുണ്ട്. ഇസ്രയേലി ആരാധകർ ഇവരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് നസ്രുള്ള മരണപ്പെട്ടാൽ പിന്നെ ആ രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തുക അസാധ്യമായ കാര്യമൊന്നുമല്ല എന്നാണ്. എന്നാൽ അത് വിഡ്ഢികളുടെ ചിന്താഗതി മാത്രമാണ്. ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ്. ഈ നൂറ്റാണ്ടിൽ ഇസ്രയേലിനെ കൊണ്ട് സാധ്യമല്ല, അത് അമേരിക്കയെ കൊണ്ട് സാധ്യമല്ല. അത്ര കണ്ട് ചെറുത്തുനിൽപ്പാണ്, പ്രതിരോധമാണ് അവർ തീർക്കുന്നത്. ഒരു കാലത്ത് അവരുടെ രാഷ്ട്ര നേതാവ് ചെയ്തു പോയ ഒരബദ്ധം, ഒരു തെറ്റ്, ഹിറ്റ്ലർ ആട്ടിപ്പായിച്ചപ്പോൾ അവർക്കിവിടെ അഭയം കൊടുത്തുപോയി. അഭയം കിട്ടിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇന്നത്തെ നാറ്റോ സൈനിക സഖ്യം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് നാറ്റോ സൈനിക സഖ്യം ഉണ്ടായിട്ടില്ല അക്കാലത്ത്. എന്നാലും നാറ്റോയിലുള്ള അതേ രാജ്യങ്ങളെല്ലാം തന്നെ കൂടിക്കൊണ്ട് അവർക്ക് അവിടെ ഒരു ചെറിയ രാഷ്ട്രം അനുവദിക്കണം എന്ന് പറഞ്ഞ ഐക്യരാഷ്ട്രസഭ വഴി സമ്മർദ്ദം ചെലുത്തി അങ്ങനെ ചെറിയൊരു പ്രദേശം അവർക്ക് സ്വയംഭരണം നടത്താൻ അനുവദിക്കാൻ അന്നത്തെ ഫലസ്തീൻ്റെ പ്രസിഡന്റ് നിർബന്ധിതമായി. അതിന് കൊടുക്കേണ്ട വിലയാണ് കാലങ്ങളായിട്ട് പതിനായിരക്കണക്കിന് വ്യക്തികളുടെ ജീവൻ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും അവർ യുദ്ധം ചെയ്യുന്നത് അവിടുത്തെ സാധാരണ പിഞ്ചു മക്കളോടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ലോകത്തെമ്പാടുമുള്ള ഇസ്രയേൽ വിരോധികളോട്, ഇസ്രയേലിനെ എതിർക്കുന്നവരോട്, അവരോട് യുദ്ധം ചെയ്യുന്ന ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഹൂത്തികളോടും ഒക്കെ മാനസികമായി സ്നേഹമുള്ളവരോട് പറയുന്നു, നിങ്ങൾ ദുഃഖിക്കേണ്ട സമയമല്ലത്. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിയായി സന്തോഷിക്കേണ്ട സമയമാണ്. ഹസൻ നസ്രുള്ള അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. കൂടുതലായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ അധികമൊന്നും പറയുന്നില്ല. ആയതുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ വലിയൊരു സലാം നിർത്തുന്നു.